ചാവറയച്ചനെക്കുറിച്ചുള്ളൊരു അനുസ്മരണ പ്രഭാഷണം നടത്താനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പലതുകൊണ്ടും ഈ വേദി വളരെ ധന്യവും സമ്പന്നവുമാണ് എന്ന് സ്വാഗതപ്രസംഗത്തിൽ പറയുകയുണ്ടായി. തീർച്ചയായും നമ്മളോട് സമ്മേളിച്ചിരിക്കുന്നത് കേരളത്തിന് മറക്കാൻ കഴിയാത്ത ഒരു മഹത് വ്യക്തിയെ അനുസ്മരിക്കുക, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആണ് നമ്മളോട് സമ്മേളിച്ചിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും 19-ാം നൂറ്റാണ്ടിലായിരുന്നു എന്ന് നമുക്കറിയാം. 19-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ കേരള ചരിത്രം പഠിച്ചവർക്ക് വളരെയേറെ ഭയവും ഉത്കണ്ഠയും വേദനയും ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം അത് ഒറ്റവാക്കിൽ സ്വാമി വിവേകാനന്ദൻ തന്നെ അന്ന് പറഞ്ഞത് ഇത് ഭ്രാന്താലയമാണോ എന്ന് ചോദിച്ചു. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതായിരുന്നു അന്നത്തെ കേരളം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഒക്കെ പ്രവർത്തിച്ചത് ചാവറയച്ചൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ ചാവറയച്ചൻ കണ്ട കേരളം എങ്ങനെയായിരുന്നു, അതിൻ്റെ ഏകദേശ രൂപം നമുക്ക് കിട്ടും. അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും അത് വളരെ ധന്യവും സമ്പന്നവും ആക്കി മാറ്റി എന്നത് വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ സവിശേഷതയാണ്. വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കേരളം കൂടുതലായും അറിയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സഭാംഗങ്ങൾ വളരെ നിസ്തുലമായ സേവനം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുകൂടിയായിരിക്കാം ആ മേഖല കൂടുതലായി ഓർമ്മിക്കപ്പെടുന്നത്. മറ്റ് പല മേഖലകളും ചാവറയച്ചൻ തുറന്ന വഴികൾ, അത്രയേറെ പ്രശസ്തമല്ലാത്ത കാര്യങ്ങൾ, പക്ഷെ അതും നമുക്ക് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ദീർഘകാലം ചാവറയച്ചൻ്റെ കർമ്മരംഗം ആയിരുന്നത് എൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കൂനമ്മാവ് എന്ന പ്രദേശമായിരുന്നു. അവിടെ ഇന്നും ഒരു കൈത്തൊഴിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. അത് കൊന്ത, കാശരൂപം, ചില മെഡലുകൾ ഒക്കെ നിർമ്മിക്കുന്ന ഒരു തൊഴിലാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ധാരാളം അക്രൈസ്തവരും ഹിന്ദുക്കളും ആ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ആ കൊന്ത, ജപമാല ഉൾപ്പെടെയുള്ള കാശരൂപം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ലോകമൊട്ടുക്ക് കയറ്റി അയക്കുന്ന ഒരു കുടിൽ വ്യവസായമായി കൂനമ്മാവിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നവരോട് ചോദിച്ചപ്പോൾ അത് ചാവറയച്ചൻ പഠിപ്പിച്ച ഒരു വിദ്യയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ തുടങ്ങുകയും പിന്നീട് അത് നിരവധി കുടുംബങ്ങളിലെ ഒരു കുലത്തൊഴിൽ പോലെ ആയി മാറുകയും ചെയ്ത ഒന്ന്. അപ്പോൾ ജീവിക്കുന്നതിന് ഉള്ള മാർഗങ്ങൾ, ജീവിക്കുന്നതിന് വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. അതുപോലെ ആദായകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള പ്രാപ്തി മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ വളരെ ഭാവനാപൂർണമായ ചില ചിന്തകളിൽ ഏർപ്പെട്ടിരുന്ന ശ്രേഷ്ഠനായ ഒരു പുരോഹിതൻ. അദ്ദേഹം താൻ പ്രവർത്തിക്കാൻ ആരംഭിച്ച സാഹചര്യവും സംവിധാനവും ഉപേക്ഷിച്ച് സ്വന്തമായ ചില വഴികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായി. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ചാവറയച്ചനും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കേരളം എന്ന് പറയുമ്പോൾ ചാവറയച്ചൻ്റെ കാലത്തിന് ശേഷം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവസ്ഥ, സ്ത്രീകൾക്ക്, തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകൾക്ക് നഗ്നത മറയ്ക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തേണ്ടി വന്ന കാലം, കേരളത്തിൽ തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ചങ്ങനാശ്ശേരി ചന്തയിലും അടിമകളെ കൊണ്ടുവന്ന് ബന്ധനസ്ഥരാക്കി നിർത്തി അവർക്ക് വില പറഞ്ഞ് വിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിരോധിച്ചുകൊണ്ടുള്ള രാജകീയ വിളംബരം ഉണ്ടായിട്ട് 150 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അടിമത്തം ഉൾപ്പെടെയുള്ള എല്ലാ അനാചാരങ്ങളും അനീതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നുകൊണ്ടിരുന്ന പ്രദേശമായിരുന്നു വിവേകാനന്ദൻ ഭ്രാന്താലയമായി കണ്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ കേരളം. അവിടേക്കാണ് അച്ഛൻ്റെ വരവ്.
അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ പ്രഖ്യാതമായ പ്രസ്താവനകളൊക്കെ ഒന്ന് ഓർമ്മിക്കാറുണ്ട്. പള്ളിയോട് അനുബന്ധിച്ച് പള്ളിക്കൂടം വേണം എന്ന് മാത്രം പറഞ്ഞതല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചാവറയച്ചൻ്റെ കാലത്തിന് ശേഷവുമുള്ള അവസ്ഥ എന്തായിരുന്നു? അതാണല്ലോ പുലയന്മാരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ച ഒരു കാലം. അതിന് അയ്യങ്കാളി വളരെ പ്രസിദ്ധമായ, അല്ലെങ്കിൽ കേരളത്തിലെ കാർഷിക രംഗത്ത് നടന്ന ആദ്യത്തെ പണിമുടക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ ഞങ്ങൾ തരിശാക്കിയിടും. അതായിരുന്നു അയ്യങ്കാളിയുടെ സമരപ്രഖ്യാപനം. ഞങ്ങൾ വിയർപ്പൊഴുക്കി കൊയ്തു തരുന്ന അരി അത് നിങ്ങൾക്ക് ആഹാരമായി കഴിക്കാം. പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്കിപ്പം ഒരു സ്കൂളിൽ പഠിച്ചാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊരു ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥ അതെങ്ങനെ മാറി ഇപ്പോൾ കേരളത്തിൽ? ആ മാറ്റം എന്നത് ഏതെങ്കിലും നിയമനിർമ്മാണം കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മാറ്റമല്ല. ഇപ്പോൾ ഇന്നലെയും കൊച്ചിയിൽ നടന്നൊരു സമ്മേളനം, പുലയർക്ക് കരയിൽ സമ്മേളനം നടത്താൻ അനുവാദം നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ സമ്മേളനം നടത്തി. ആ കായൽ സമ്മേളനത്തിൻ്റെ അനുസ്മരണമായിരുന്നു ഇന്നലെ കൊച്ചിയിൽ നടന്നത്. അങ്ങനെയുള്ള കേരളം, ആ കേരളത്തിലേക്ക് ചാവറയച്ചൻ വെറുതെ കുറേ പള്ളിക്കൂടം പണിതു മാത്രമല്ല, അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാലത്ത് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കർശനമായ ആ ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെ പള്ളിക്കൂടം സ്ഥാപിക്കുക മാത്രമല്ല, കുട്ടികൾക്ക് നമ്മളിന്ന് ഉച്ചക്കഞ്ഞി എന്നറിയപ്പെടുന്ന ആ ആഹാരം, ഉച്ചഭക്ഷണം കൂടി നൽകണം. അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. കേരളത്തിൽ സ്കൂളുകളിൽ ആദ്യമായിട്ടാണ് ഈ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടി. അതച്ഛൻ്റെ സംഭാവനയാണ്. ഇന്ന് അതൊക്കെ വലിയ ഭരണ നേട്ടങ്ങളായി ഇന്നത്തെ ഭരണകർത്താക്കൾ പറയുന്ന അവസ്ഥയിൽ അന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നതിന് വലിയ കാര്യമാണ്. അപ്പോൾ പള്ളിയും പള്ളിക്കൂടവും മാത്രമല്ല, അച്ചുകൂടം അതിന് മറ്റൊരു സംഭാവനയാണ്. അച്ചടി വിദ്യ കൊണ്ടുവരുന്നു. ഏകദേശം തലശ്ശേരിയിൽ, മലബാറിൽ ഹെർമൻ ഗുണ്ടർട്ട്, അദ്ദേഹം മലയാള ഭാഷയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നൊരു കാലം. വിദേശത്ത് നിന്ന് വന്ന ആ മിഷണറി നമ്മുടെ ഭാഷയ്ക്ക് നിഘണ്ടു നൽകുന്നു, വ്യാകരണം നൽകുന്നു, മലയാളത്തിലെ ആദ്യത്തെ അച്ചടിച്ച പ്രസിദ്ധീകരണവും നൽകുന്നു. രാജ്യസമാചാരം എന്നുള്ളതാണ്. രാജ്യസമാചാരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതല്ല, സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ കാര്യങ്ങളാണ് ഗുണ്ടട്ടിൻ്റെ പ്രസിദ്ധീകരണത്തിലുള്ളത്. ഏകദേശം ഒരു മതപരമായ പ്രസിദ്ധീകരണം എന്ന് പറയാം. പക്ഷേ ഇതിൽ ആ സമയത്ത്, ആ സമകാലികമായ കാലഘട്ടത്തിലാണ് ചാവറയച്ചൻ മാന്നാനത്ത് പ്രസ് ആരംഭിക്കുന്നത്. ആ പ്രസ്സിൽ നിന്നാണ് അദ്ദേഹത്തിന് കാലശേഷമാണെങ്കിലും ദീപിക പത്രം പുറത്തു വരുന്നത്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയില്ല. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു വളരെ സവിശേഷമായ ഒരു സർഗാത്മകത ഉണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കുന്നതിന് അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലത്ത് ഞാൻ വരാപ്പുഴ അതിരൂപതയാണ്. വരാപ്പുഴ അതിരൂപതയിലൊക്കെ അന്ന് ഈ യൂറോപ്യൻ മിഷണറിമാരൊക്കെ ആയിരുന്നു അന്നത്തെ അവിടുത്തെ മെത്രാപ്പൊലീത്തമാരൊക്കെ. അപ്പോൾ യൂറോപ്പിൽ സ്പെയിനും ബ്രിട്ടനും തമ്മിൽ രാഷ്ട്രീയമായ വൈരവും ഏറ്റുമുട്ടലും നടക്കുന്നതിൻ്റെ പ്രത്യാഘാതം ഇവിടെ കൊച്ചിയിലുമുണ്ട്. അതുകൊണ്ട് വരാപ്പുഴ അതിരൂപതയിലൊരു വിലക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. കാരണം മെത്രാപ്പൊലീത്തമാരൊക്കെ സ്പാനിഷ് മിഷണറിമാരാണ്. അപ്പോൾ യൂറോപ്പിൽ ബ്രിട്ടനോട് അവർക്ക് വിരോധമുള്ളതുകൊണ്ട് ഈ നാട്ടിൽ ഇംഗ്ലീഷിനോടും വിരോധം, ഇംഗ്ലീഷ് പഠിക്കണ്ട. അതിനെ ധിക്കരിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും അല്ലെങ്കിലും പണമുള്ളവർ ട്രിച്ചിയിലും സെൻറ്റ് ജോസഫ്സ് കോളേജിലുമൊക്കെ പോയി പഠിച്ച്, അല്ലെങ്കിൽ മംഗലാപുരത്ത് സെയിൻറ്റ് അലോഷ്യസ് കോളേജിലുമൊക്കെ പഠിച്ച് അങ്ങനെ കുറേ പേരൊക്കെ പ്രഗത്ഭരായെങ്കിലും ഭൂരിപക്ഷം പേരുടെയും പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായത് ഒരു ചരിത്ര പശ്ചാത്തലം അതാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നൽകിയിരുന്ന നിരുത്സാഹപ്പെടുത്തിയ അവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ്
ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നത്. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അവിടെ ആർക്കും സംസ്കൃതം പഠിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കിന്ന് അതൊരു ഗൗരവമുള്ള കാര്യമായി തോന്നില്ലെങ്കിലും അക്കാലത്ത് ഒരുപക്ഷെ ചാവറയച്ചന് ജീവഹാനി പോലും സംഭവിച്ചേക്കാവുന്ന രീതിയിലുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം അത്രമാത്രം ശക്തമായിരുന്നു നമ്മുടെ നാട്ടിലെ ഈ ജാതി വ്യവസ്ഥ, ചാതുർവർണ്ണ്യം. ആ ചാതുർവർണ്ണ്യത്തിൻ്റെ അതിഭീകരമായ അവസ്ഥയിൽ സംസ്കൃതം എന്നത് ദേവഭാഷയാണ്. ദേവഭാഷ വഴിയെ പോകുന്നവർക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല, അത് ബ്രാഹ്മണർക്ക്, പുരോഹിതന്മാർക്കുള്ളതാണ്. അവിടെയാണ് ആ സംസ്കൃതം ആർക്കും പഠിക്കാം എന്ന രീതിയിൽ അദ്ദേഹം വിദ്യാലയം സ്ഥാപിക്കുന്നത്. നമ്മൾ മറ്റൊന്നുകൂടി ആലോചിക്കണം. ചാവറയച്ചൻ്റെ കാലത്തിന് ശേഷമാണ് ഡോക്ടർ അംബേദ്കറുടെ ഒരു വലിയ ആഗ്രഹം സംസ്കൃതം പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മ്ലേച്ഛൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അംബേദ്കർക്ക് ഇന്ത്യയിൽ സംസ്കൃതം പഠിക്കാൻ അവസരം കിട്ടിയില്ല. ഒരു സംസ്കൃത അധ്യാപകനും അദ്ദേഹത്തെ ആ ഭാഷ, ദേവഭാഷ പഠിപ്പിക്കാൻ തയ്യാറായില്ല. അംബേദ്കർ വിദേശത്ത് പോയി, ജർമ്മനിയിൽ പോയാണ് സംസ്കൃതം പഠിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അപ്പോൾ ചാവറയച്ചൻ വളരെ നിശബ്ദമായി, സൗമ്യമായി, സംയമനത്തോടെ അദ്ദേഹം നടത്തിയ ഓരോ കാര്യങ്ങളും അന്ന് നിലനിന്നിരുന്ന സാമൂഹികമായ അനാചാരങ്ങൾക്കെതിരെയുള്ള കനത്ത വെല്ലുവിളിയായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരും തിരിഞ്ഞില്ല, ഒരു തിരിച്ചടി ഉണ്ടായില്ല എന്ന് പോലും ഇപ്പോൾ തോന്നിപ്പോകുന്ന രീതിയിൽ വളരെ കനത്ത ആഘാതമുളവാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് നേരെ, സാമൂഹികമായ അനാചാരങ്ങൾക്ക് നേരെ ഒക്കെ ചാവറയച്ചൻ നടത്തിയിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ കാണാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. സാഹിത്യ അക്കാദമിയിൽ ചെന്നാൽ തൃശ്ശൂർ ആ ഹാളിൽ മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ, മഹാസാഹിത്യകാരന്മാരുടെയൊക്കെ ചിത്രങ്ങൾ കാണാം. അക്കൂട്ടത്തിൽ ചാവറയച്ചൻ്റെ ചിത്രമുണ്ട്. കാരണം അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു, അദ്ദേഹം കവിയായിരുന്നു. മലയാളത്തിലും കേരളത്തിൽ പലതും ആദ്യമായി കൊണ്ടുവന്ന ഒരു വന്യനായ പുരോഹിതൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആദ്യമായി ഒരു മലയാളിയുടെ ജീവചരിത്രം എഴുതി എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. പലരെക്കുറിച്ചും പലരും ഇവിടെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിദേശികളെക്കുറിച്ചായിരുന്നു. ഒരു മലയാളിയെക്കുറിച്ച് ആദ്യമായി ഒരു ജീവചരിത്ര ഗ്രന്ഥം രചിക്കുന്നത് ചാവറയച്ചനാണ്. അദ്ദേഹം കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ ഭാഷ, കവിതകൾ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ കാണാൻ കഴിയും. അപ്പോൾ നിരവധി കോണുകളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മുൻവിധിയും ധാരണയും അനുസരിച്ച് ചാവറയച്ചനെ നമുക്ക് കാണാൻ കഴിയും. ചാവറയച്ചനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം ആ ഒരു മുദ്രണ രംഗത്ത് നൽകിയ സംഭാവന, ഒരു പ്രസാധകൻ എന്ന നിലയിലുള്ള സംഭാവന, മാധ്യമ പ്രവർത്തനത്തിന് വഴിതുറന്ന പുരോഹിതൻ എന്ന നിലയിലുള്ള സംഭാവന, അതൊക്കെ കൂടുതൽ ഞാനൊരു പക്ഷേ ഓർമ്മിച്ചേക്കും. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിൽ, പല കോണുകളിലൂടെ നമുക്ക് സമീപിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വം നമ്മുടെ സഭയിൽ, കത്തോലിക്ക സഭയിലും ക്രിസ്തുമതത്തിൽ അത്തരത്തിൽ പല വെല്ലുവിളികളും ഉയർത്തിയിട്ടുള്ള മഹാപുരോഹിതന്മാരുണ്ട്. നമുക്ക് സഭയുടെ ഒരു പിളർപ്പിന് തന്നെ കാരണമായി തീർന്ന മാർട്ടിൻ ലൂഥർ എന്നൊരു നിസ്സാരനായ ആളായിരുന്നില്ല. അത്രയേറെ കർമ്മശേഷിയുള്ള ഒരു മഹാവ്യക്തി. അദ്ദേഹത്തിൻ്റെ കത്തോലിക്ക സഭയിൽ പിളർപ്പുണ്ടാക്കി എന്നത് ശരിയാണെങ്കിലും അന്നത്തെ യൂറോപ്പിൻ്റെ അവസ്ഥയിൽ നവോത്ഥാനത്തിൻ്റെയൊക്കെ ഒരു കേളികൊട്ട് തുടങ്ങുമ്പോൾ അവിടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമായി വന്നപ്പോൾ ധീരമായി ഇടപെട്ട ഒരു പുരോഹിതൻ. അതിന് പലരെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഏത് രീതിയിൽ ആണ് ചാവറയച്ചൻ ഇത്ര വലിയ മഹത്തായ വിപ്ലവപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് എന്നാലോചിക്കുമ്പോൾ അദ്ദേഹത്തിനും അന്ന് വെല്ലുവിളികളും എതിർപ്പുകളുമൊക്കെ ഉണ്ടായി കാണണം. അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിൽ, അതാണല്ലോ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. തീർച്ചയായും അത് ശരിയാണ്. മദർ തെരേസയെക്കുറിച്ചുകൂടെ പരാമർശമുണ്ടായി. മദർ തെരേസ ഈ സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ആകത്തുകയായി വിശേഷിപ്പിച്ചത് വളരെ പ്രസിദ്ധമായ വാക്കുകളാണ്.
സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മാൽക്കം മഗ്രിഡ്ജ് BBC ലേഖകൻ മദറിനെ കണ്ട് തയ്യാറാക്കിയ വളരെ പ്രസിദ്ധമായ ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൻ്റെ പേരും അതുതന്നെയാണ്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി മനോഹരമായത് എന്തെങ്കിലും അത് സമർപ്പിക്കുക. മദർ കണ്ടെത്തിയ സമർപ്പണം അതായിരുന്നു. ഈ മനുഷ്യരെ മദറിൻ്റെ ആ ദൈവവിളിക്കകത്തെ മറ്റൊരു ദൈവവിളി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെയാണ് മദർ ആ കന്യാസ്ത്രീ മഠം ഉപേക്ഷിച്ച് സ്വന്തമായ രീതിയിൽ ഉള്ള പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ ഈ മദറിനെ സ്വാധീനിച്ചത് ബൈബിളിലെ അന്ത്യവിധി നാളിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് നൽകേണ്ടി വരുന്നതായ ഉത്തരം. ആ ഉത്തരത്തിലാണ് ഈ ഏറ്റവും എളിയവനായ വ്യക്തിയിൽ നീ എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെയാണ് മദർ അത്തരക്കാരെ കണ്ടെത്തിയത്. മദർ കണ്ടെത്തിയത് ഏറ്റവും എളിയവർ മാത്രമല്ല, പരിത്യജിക്കപ്പെട്ടവർ, നമ്മളാരും കാണാൻ പോലും ആഗ്രഹിക്കാത്തവർ, സ്പർശിക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള വ്യക്തികളെ. കൽക്കട്ടയിൽ കോളറ ബാധിച്ച ഒരു ക്യാമ്പിൽ സെനറ്റർ എഡ്വേർഡ് കെന്നഡി, അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് കെന്നഡിയുടെ സഹോദരൻ, അദ്ദേഹം മദറിനെ കാണാൻ വന്നപ്പോൾ മദർ അവിടെ ഈ രോഗികളെ പരിചരിക്കുകയാണ്. അപ്പോൾ കെന്നഡി ഹസ്തദാനത്തിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ മദർ പറഞ്ഞു, എൻ്റെ കൈ മലിനമാണ്. അപ്പോൾ കെന്നഡി പറഞ്ഞത്, ആ മലിനമായ ഒക്കെപ്പെട്ട കയ്യിലെങ്കിലും സ്പർശിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ്. കാരണം ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് അതാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്നിവിടെ പറഞ്ഞത്. ആധ്യാത്മികമായ ഒരു സർഗാത്മകത, അല്ലെങ്കിൽ ആത്മീയമായ സർഗാത്മകത ഈശ്വര വിശ്വാസത്തെ മാത്രം അധിഷ്ഠിതമാക്കിയുള്ളതല്ല. ഈശ്വരനിൽ വിശ്വസിച്ചാലും ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിലും ഏത് പ്രത്യയശാസ്ത്രത്തിലും ഏത് പ്രവർത്തന സിദ്ധാന്തത്തിലും ആത്മീയത ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ആത്മീയത എന്നത് അതെന്താണ് മാനവികത ആരംഭിക്കുന്നത്. മനുഷ്യൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്, മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് എന്ന ഒരു ദൈവ കൽപ്പനയുണ്ട്. അത് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ആത്മീയതയുടെ പ്രസരണം ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് ഏത് പ്രത്യയശാസ്ത്രമായാലും അതിനൊരു ജീവൻ ഇല്ലാത്ത നിർജീവമായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ചാവറയച്ചനെ സംബന്ധിച്ച് ആ ആത്മീയതയുടെ ആ നിറവിൽ ആണ് അദ്ദേഹത്തിൻ്റെ സർഗാത്മകത പുഷ്കലമായത്. അപ്പോൾ അത് പല വഴികൾ, ഏതെങ്കിലും ഒരു വഴിയല്ല, പല വഴികൾ അദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത രീതിയിൽ ബഹുമുഖമായ ഒരു അവസ്ഥ. നമ്മൾ ഈ പ്രതിഭ എന്ന വാക്ക് ഇവിടെയും സ്ഥാനത്തും അസ്ഥാനത്തും ഉപയോഗിച്ച് അർത്ഥം നഷ്ടപ്പെട്ടു പോയ ഒരു പദമാണ്. പക്ഷെ അതിൻ്റെ ആ കൃത്യമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ബഹുമുഖമായ പ്രതിഭയായിരുന്നു ചാവറയച്ചൻ. അദ്ദേഹം എല്ലാ രംഗങ്ങളിലും തൻ്റെ കർമ്മശേഷി തെളിയിച്ചു. അദ്ദേഹം തുടങ്ങിവെച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ 19ാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ 21ാം നൂറ്റാണ്ടിലും 13 വർഷം പിന്നിട്ടു. ഈ 21ാം നൂറ്റാണ്ടിലും ചാവറയച്ചനെ യാന്ത്രികമായി അദ്ദേഹം സ്ഥാപിച്ച ആ സഭയിൽപ്പെട്ട വൈദികർ അനുസ്മരിക്കുന്നു എന്നത് മാത്രമല്ല ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇത് കേരളം നന്ദിയോടെ ഓർമ്മിക്കുന്ന ഒരു പേരായി ചാവറയച്ചൻ എന്ന് മാറിയിരിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക അല്ലെങ്കിൽ നവോത്ഥാന നായകർ, വളരെ ഖേദപൂർവ്വം പറയേണ്ടതാണ്, കേരളത്തിലെ നവോത്ഥാന നായകരെക്കുറിച്ചൊക്കെ എപ്പോഴും പരാമർശം ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ നവോത്ഥാനത്തിന് തന്നെ അപകടം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ആശങ്ക ഉള്ളപ്പോൾ. പക്ഷേ ആ നവോത്ഥാന നായകരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ അനുസ്മരിക്കേണ്ട പേര്, ഒരു സംശയമില്ലാതെ അനുസ്മരിക്കേണ്ട പേര് അത് ചാവറയച്ചൻ്റേതാണ്. പക്ഷേ പലപ്പോഴും ആ പേര് പറയാറില്ല. അതെന്തുകൊണ്ട് എന്ന് നമുക്കറിയില്ല. എത്രയോ നവോത്ഥാന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എത്രയോ പേരുകൾ നാം ആവർത്തിച്ച് പറയുന്നു. പക്ഷെ അവിടെ പലപ്പോഴും ആ പൊതു ചർച്ചകളിൽ ചാവറയച്ചൻ്റെ പേര് കേൾക്കാറില്ല. അത് മറ്റൊരു വശം. പക്ഷേ കേരളം നന്ദിയോടെ അനുസ്മരിക്കുന്ന ധന്യമായ ഒരു പേര് അതാണ് 19ാം നൂറ്റാണ്ടിൻ്റെ ഇരുട്ട് വീണ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം, കേരളം കണ്ട വെളിച്ചം, ആ വെളിച്ചം 21ാം നൂറ്റാണ്ടിലും നിലനിൽക്കുന്നു, കൂടുതൽ പ്രകാശത്തോടെ ജ്വലിക്കുന്നു. ആ പ്രകാശത്തിൻ്റെ പ്രയോജനം അനുഭവിക്കുന്ന നമ്മൾ
നമ്മൾ വളരെ നന്ദിയോടെ അച്ഛനെ ഓർമ്മിക്കുന്നു. ആ ഓർമ്മയ്ക്ക് മുന്നിൽ നിങ്ങൾക്കൊപ്പം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.